ഹലോ ഗൈസ്, കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വ്ളോഗ് തുടങ്ങണം എന്നുള്ളത്. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ചെന്ന് തുടങ്ങാമെന്ന് വെച്ചു. ഞാൻ വ്ളോഗ് തുടങ്ങണ കാര്യം ഫ്രണ്ട്സിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലൊരുത്ത് ഇന്നലെ എനിക്കൊരു റീൽ അയച്ചു തന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈൻ സെറ്റാവുമെന്ന് കരുതി ചാനൽ തുടങ്ങാൻ പോകുന്ന ചങ്കെന്ന് പറഞ്ഞു. ശരിക്കും അങ്ങനെയല്ല, ശരിക്കും ഞാൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് തുടങ്ങണേ, അല്ലാണ്ട് മറ്റേതൊന്നല്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ അയർലൻഡിലാണ്. ഞാൻ താമസിക്കുന്നത് സൗത്ത് ഡബ്ലിനിലാണ്. ഞാൻ അവിടെ മാസ്റ്റേഴ്സ് ചെയ്യുന്നു. എൻ്റെ കോളേജ് വരുന്നത് സിറ്റിയിലാണ്, NCI നാഷണൽ കോളേജ് ഓഫ് അയർലൻഡ്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഒരുവിധം എല്ലാ ബസ് സ്റ്റോപ്പും ഇങ്ങനെയല്ല, ഈ റൂഫുള്ള ബസ് സ്റ്റോപ്പുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കോളേജിലേക്കൊരു 1.5 മണിക്കൂർ എടുക്കും. 3 വണ്ടി മാറി കയറി വേണം പോകാൻ. ബസ്സിൽ കയറണം, അതുപോലെ ട്രെയിൻ ഇവിടെ ഡാർട്ട് എന്നാണ് പറയുക, അതുപോലെ ലുവാസ്. ഇവിടുത്തെ ട്രാമിന് ലുവാസ് എന്നാണ് പറയുക. ശരിക്കും ലുവാസ് കയറണമെന്നില്ല, പക്ഷേ ഇവിടെ 1.5 മണിക്കൂർ നേരത്തേക്ക് ഏത് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്താലും സെയിം പൈസയാണ്. സ്റ്റുഡൻസ് ആകുമ്പോൾ €1 കൊടുത്താൽ മതി. നോർമൽ അഡൽട്ട് ആണെന്നുണ്ടെങ്കിൽ €2 പോകും. ഈ കാണുന്നതാണ് ലീപ് കാർഡ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബസ്. ഇവിടുത്തെ ഒരുവിധം എല്ലാ ബസ്സും ഡബിൾ ഡെക്കറാണ്. നമ്മളിതിലേക്ക് കയറുന്നു, കാർഡ് ടാപ്പ് ചെയ്യുന്നു. അങ്ങനെ ഇതിലാണ് കാർഡ് ടാപ്പ് ചെയ്യുമ്പോൾ അവിടെ പൈസ കാണിക്കും. അങ്ങനെ പോവും. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മുകളിൽ കയറി ഫസ്റ്റ് സീറ്റിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ലക്ഷ്യം പാളി, അവിടെ ആൾക്കാരുണ്ട്. അപ്പം ബാക്കി പഠിക്കാം. ഇവിടെ ഏതെങ്കിലും ഒരു സീറ്റിൽ കയറിയിരുന്നു എന്നിട്ടിങ്ങനെ ഇരിക്കാം. ബസ്സിലൊരു 15-20 മിനിറ്റ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തും. പിന്നെ ട്രെയിൻ കയറാനും ഇതുപോലെ തന്നെ. ട്രെയിൻ കയറാനായിട്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ടാപ്പ് ചെയ്യണം. ബസ്സിൽ കയറുമ്പോൾ മാത്രം ടാപ്പ് ചെയ്താൽ മതി. യെസ് ഗൈസ്, ഫൈനലി നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടിയിരിക്കുന്നു. ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് പോകാമല്ലോ. അതുകൊണ്ട് മാത്രം. പണ്ടൊക്കെ നമ്മളിങ്ങനെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ കയറി ഇരിക്കുമല്ലോ, അതുപോലെ ഇവിടെ പിന്നെ മുകളിലായതുകൊണ്ട് കുറച്ചുകൂടി നന്നായിട്ട് കാഴ്ചകൾ കാണാമെന്ന് മാത്രം. ഇനി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം. ഇന്നാണെങ്കിൽ നല്ല ബ്ലൂ സ്കൈയാണ്. സാധാരണ ഇങ്ങനെ ബ്ലൂ സ്കൈ കാണാറൊന്നുമില്ല, പക്ഷെ സൂര്യൻ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലുമാണ്. ഇതാണ് ഡൺലേരി പോർട്ടല്ല, ഹാർബറാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ ഇങ്ങനെ കുറേ ബോട്ടുകൾ ഇങ്ങനെ ഇട്ടങ്ങനെ കാണാം. അവിടെ ഒരു ക്രൂയിസ് ഷിപ്പ് കിടപ്പുണ്ട്, കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. അങ്ങനെ ഈ ബസ്സുകൾ നിർത്തിയിട്ടുണ്ട് ഡൺലേരി സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. അവിടെ ഒരു ട്രെയിൻ കിടക്കുന്നതാണ്, ട്രെയിൻ. ആ ട്രെയിൻ എന്തായാലും നമുക്ക് കിട്ടില്ല. അപ്പം ഞാൻ അടുത്ത ഡാർക്ക് വരുമ്പോൾ അതിന് പോവാം. ഈ കാണുന്നതാണ് ഡൺലേരി സ്റ്റേഷൻ. ഇത് എഴുതിയേക്കുന്നത് ഡൺലേരി എന്നാണെങ്കിലും അല്ല, വായിക്കേണ്ടത് ഡൺലേരി എന്ന് തന്നെയാണ്, പക്ഷേ എഴുതിയേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വായിക്കാൻ തോന്നില്ല എന്ന് മാത്രം. അങ്ങനെ ലീപ് കാർഡ് എടുക്കട്ടെ. അപ്പോൾ ട്രെയിനിൽ ഡാർക്ക് സ്റ്റേഷനിൽ കയറണമെങ്കിൽ ലീപ് കാർഡ് കൊണ്ടുവരിക, ഇവിടെ ടാപ്പ് ചെയ്യുക, അപ്പോൾ തുറക്കും. അങ്ങനെ പോവുക. അടുത്ത ട്രെയിൻ വന്ന ടൈം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ക്ലിയർ ആണോന്ന് അറിയില്ല. മാലഹൈഡ് 4 മിനിറ്റ്സും ഹൗത്ത് 21 മിനിറ്റ്സും. നമുക്ക് ഏത് ട്രെയിനിൽ കയറിയാലും കോളേജിൻ്റെ അവിടെയുള്ള സ്റ്റേഷനാണ് കൊണോളി, അവിടെ ഇറങ്ങാൻ പറ്റും. അപ്പം ഇനി ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഗൈസ്, ഈ വരുന്നതാണ് നമ്മുടെ ട്രെയിൻ. ഇവിടുത്തെ ഇത് ട്രെയിനല്ല, ശരിക്കും ഇത് ഡാർട്ടാണ്. ഇത് നമ്മുടെ നാട്ടിൽ പാസഞ്ചർ ട്രെയിൻ എന്നൊക്കെ പറയണ പോലെ തന്നെ എല്ലാ സ്റ്റേഷനിലും പതുക്കെ നിർത്തിയൊക്കെ പോവുള്ളൂ. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ട്രെയിനുകളാണെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റോപ്പ് വളരെ കുറവായിരിക്കും, നല്ല സ്പീഡുമായിരിക്കും. ഇവിടെ ട്രെയിൻ ഫ്രീക്വൻസി ഡാർട്ട് എപ്പോഴും ഫ്രീക്വൻസി കൂടുതലാണ്, എപ്പോഴും ഉണ്ട്. ഒരു 5 മിനിറ്റിലോ 10 മിനിറ്റിലോ ഒക്കെ ഉണ്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ബസ് കിട്ടാൻ മാത്രമേ ഇച്ചിരി പാടുള്ളൂ. ബസ് ഒരു അരമണിക്കൂറിലൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ഓഫീസ് ടൈം ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. ഡാർട്ടിൽ കയറി ചിലപ്പോൾ സീറ്റ് കിട്ടും. രാവിലെ പൊതുവെ സീറ്റ് കിട്ടാറില്ല, കോളേജ് എത്താറാകുമ്പോഴൊക്കെ കിട്ടാറുള്ളൂ. അങ്ങനെ കയറാം, ഇവിടെ വല്ലയിടത്തൊക്കെ ഇങ്ങനെ നിൽക്കാം.
അങ്ങനെ നമ്മൾ കൊണോളി സ്റ്റേഷനെത്തി. കൊണോളി സ്റ്റേഷൻ അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ്. 7 പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്. ഇതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും പ്ലാറ്റ്ഫോമിലാണ് ലോങ് ഡിസ്റ്റൻസ് പോകാനുള്ള ട്രെയിനുകൾ തന്നെ. ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഡാർട്ടും ഇതുകളൊക്കെ വരും. അങ്ങനെ ഇപ്പോൾ ഇവിടെ അടുത്ത് ഒരു ട്രെയിൻ കിടപ്പുണ്ട്. ട്രെയിനിൻ്റെ കളറ് നോർമലി ഇതാണ്, ഗ്രേയും ഗ്രീനും യെല്ലോയും ഒക്കെ മിക്സ് ചെയ്ത്. ഡാർട്ട് ഒരു ലൈറ്റ് ഗ്രീനാണ്. പിന്നെ ചില ട്രെയിനുകളുണ്ട് ഡാർക്ക് ഗ്രീനായിട്ട്. ഇപ്പോൾ ഇവിടെ 2 ട്രെയിനുകൾ കിടപ്പുണ്ട്. ഇങ്ങനെയാണ് ട്രെയിനുകൾ ഇരിക്കുക. കാർഡ് കൊണ്ടുവരിക, നമ്മളിവിടെ ടാപ്പ് ചെയ്യുക, അപ്പോൾ അത് തുറന്നു കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവുക. സിമ്പിൾ പരിപാടിയാണ്. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഡബ്ലിനിൽ നന്നായിട്ടുണ്ട്. നല്ല ഫ്രീക്വൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. അതുകൊണ്ട് സുഖമായിട്ട് പോകാൻ പറ്റും. ആ നിൽക്കുന്നതാണ് നമ്മുടെ ക്രിസ്റ്റി. അതാണ് എൻ്റെ ഫ്രണ്ട്. സബ്സ്ക്രൈബേഴ്സിന് ഹായ് പറയൂ. ആകെ 3-4 പേരേ ഉള്ളൂ. അല്ല, സബ്സ്ക്രൈബേഴ്സായിട്ട്. ലുവാസിൽ ക്ലാസ്സിൽ പോകാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും എന്താ ലുവാസ് പോകുന്നു. അതുകൊണ്ട് ഇനി നടന്നു പോകാമെന്ന് വെച്ചു. ശരിക്കും ഇവിടെ നിന്ന് ഒരു 8 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ലുവാസ് കിട്ടുകയാണെങ്കിൽ അതിന് പോകും. ഇന്നിപ്പോൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ടും ലുവാസ് ഓൾറെഡി പോയതുകൊണ്ടും ഞാൻ പിന്നെ നടക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ നടന്ന് കോളേജിൻ്റെ ഫ്രണ്ടിലെത്തി. കുറച്ച് ലേറ്റായി, എന്നാലും കോളേജിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ കോളേജ് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഞാൻ പഠിക്കുന്ന കോളേജ്, NCA, നാഷണൽ കോളേജ് ഓഫ് അയർലൻഡ്. ഇത് പഴയ ബിൽഡിങ്ങാണ്. പുതിയ ബിൽഡിങ് തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. ആ വഴിക്ക് ഇങ്ങനെ കുറച്ച് പോയി കഴിയുമ്പോൾ പുതിയ ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ തന്നെയാണ് ലുവാസിൻ്റെ സ്റ്റോപ്പ്. ഇപ്പോൾ ഇവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവിടെ കയറാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാൻ. എനിക്ക് കുറച്ചുകൂടി വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായി. പക്ഷേ തിരക്കിൻ്റെ ഇടയിലെങ്ങാനും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോണൊക്കെ അടിച്ചുകൊണ്ട് പോയിന്ന് വരും. രാവിലെ വന്ന് അതേ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഞാൻ വീണ്ടും നിൽക്കുന്നു. അതേ ബാക്കിൽ ട്രെയിൻ വന്നിട്ട് ഈ കയറി വീണ്ടും വീട്ടിൽ പോവാം. അപ്പോൾ അങ്ങനെ ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് മൊത്തം പ്രശ്നമായിരിക്കും എന്നറിയാം. ഫ്രണ്ട്സിൻ്റെ വീട്ടുകാരുടെയൊക്കെ വ്യർത്ഥമായ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? പ്രോത്സാഹനം കാരണത്താണ്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവരും പറയണ പോലെ തന്നെ അപ്പം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.